ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 25, പേജ് നമ്പർ 559. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. പദാനുപദം. അഹം ഞാൻ, മഹർഷീണാം മഹർഷികളിൽ വെച്ച്, ഭൃഗുവാകുന്നു, ഗിരാം സ്പന്ദനങ്ങളിൽ വെച്ച്, ഏകമായ, അക്ഷരം ഓങ്കാരം പ്രണവം, അസ്മി ഞാനാകുന്നു, യജ്ഞാനാം യജ്ഞങ്ങളിൽ വെച്ച്, ജപയജ്ഞഃ ജപയജ്ഞം, അസ്മി ഞാനാകുന്നു, സ്ഥാവരാണം സ്ഥാവരങ്ങളിൽ വെച്ച്, ഹിമാലയഃ ഹിമാലയ പർവ്വതവും ഞാനാകുന്നു. വിവർത്തനം. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ വാക്കുകളിൽ അഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. ഭാവാർത്ഥം. പ്രപഞ്ചത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് വിവിധ വർഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളെ ഉത്പാദിപ്പിക്കാനായി ഏതാനും പുത്രന്മാരെ സൃഷ്ടിച്ചു. ഇവരിൽ ഏറ്റവും പ്രഭാവശാലിയായ ഋഷിയാണ് ഭൃഗു. ആധ്യാത്മിക സ്പന്ദനങ്ങളിൽ ഓംകാരം കൃഷ്ണന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു. യജ്ഞങ്ങളിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൃഷ്ണന്റെ പരിപാവനമായ പ്രാതിനിധ്യമാണ്. ചില യജ്ഞങ്ങളിൽ ജന്തുഹിംസ പതിവുണ്ട്. ഈ ജപയജ്ഞത്തിലാകട്ടെ ഹിംസയുടെ പ്രശ്നമേയില്ല. ഏറ്റവും ലളിതവും പവിത്രവുമാണ് ഈ യജ്ഞം. ലോകത്തിൽ സമുത്കൃഷ്ടമായതെന്തും കൃഷ്ണന്റെ പ്രതീകം തന്നെ. അത്യുന്നതമായ ഹിമാലയവും അദ്ദേഹത്തിൻ്റെ പ്രഭാവാംശമാണ്. മേരുപർവ്വതത്തെപ്പറ്റി മുൻപ് പറഞ്ഞുവല്ലോ. മേരുവിന് ചിലപ്പോൾ ചലനമുണ്ട്, ഹിമാലയത്തിനില്ല. ഈ നിലയിൽ മേരുവിനേക്കാൾ വലുതാണ് ഹിമാലയം. ഹരേ കൃഷ്ണ.